ഗീത ഒരു മോഡേൺ ബുക്കാണ്, അതിൽ മനുഷ്യരുടെ കയ്യേറ്റം ഒത്തിരി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രസ്താവിച്ച് കേട്ടു. ഞാൻ ഒരു ഋഗ്വേദത്തിൻ്റെ ഒരു കോപ്പിയാണിത്. ഋഗ്വേദത്തിലെ ഒരു സൂക്തത്തിൻ്റെ, പുരുഷ സൂക്തം എന്ന് പറയുന്ന സൂക്തത്തിലെ കോപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഞാൻ ഇതിലെ പുരുഷ സൂക്തവും വായിക്കാം. അതിൽ ഭഗവാന്റെ ഗീതയിൽ ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകിയതിനെ പറ്റി കമ്പയർ ചെയ്തിരിക്കുന്ന, പുരുഷ സൂക്തം വെച്ച് കമ്പയർ ചെയ്തിരിക്കുന്നത് വെച്ച് കാണിക്കാം. വേദം എന്ന് പറഞ്ഞാൽ വേദത്തിലെ ഏറ്റവും ആദ്യമായ വേദമാണ് ഋഗ്വേദം. അപ്പം അതിലും ഗീതയിലെ ഭഗവാന്റെ പരാമർശത്തിലും വിശ്വരൂപ പരാമർശത്തിലും ഒന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഈ വിശ്വരൂപ ദർശനത്തിൽ എന്തെങ്കിലും മനുഷ്യരുടെ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന്. പുരുഷ സൂക്തത്തിലെ 2ാമത്തെ സ്തുതിയാണ്. പുരുഷ ഏവദം സർവം യത് ഭൂതം യച്ഛമവ്യം ഉത്താമൃതത്വേഷ്യാന യദ അന്നേന തിരോഹതി. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, വാട്ട് എവർ ഈസ് ബോൺ നൗ ആൻഡ് വാട്ട് എവർ ഈസ് യെറ്റ് ടു ബി ബോൺ ഇൻ ഫ്യൂച്ചർ, all are he alone. That means the God alone. And not only this, even for the gods means somebody who has no death. അമരത്വം ഉള്ളവർക്ക് പോലും he is the controller എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്തുതി നോക്കുക. ഏതവാനസ്യ മഹിമ അതോ ജയായം ച പുരുഷഃ പാദോ അസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. This much is his glory only. What I said in the last stuti is his glory only. And Purusha is much more than all this. അവന്റെ ഗ്ലോറി മാത്രമാണ് അവൻ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലൂടെയും നടത്തുന്നു എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ പുരുഷ മീൻസ് ഗോഡ് എന്നുള്ള സിംബോളിസത്തിലാണ് പുരുഷ എന്ന് പറയുക. ആ പുരുഷ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഉപരിയാണ്. ദ എൻറ്റയർ യൂണിവേഴ്സ് ഓഫ് ഹാപ്പനിങ്സ് വിശ്വ ആൻഡ് ക്രിയേച്ചേഴ്സ് ഭൂതാനി കോൺസ്റ്റിറ്റ്യൂട്ട് ബട്ട് എ ക്വാർട്ടർ ഓഫ് ഹിം. ഓൺലി എ ക്വാർട്ടർ ഓഫ് ഹിം കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് യൂണിവേഴ്സ് ആൻഡ് ഇറ്റ്സ് the activities of this universe. The remaining 3 quarters of his glory consist of the immutable consciousness. The same thing it is given in Gita. അഥവാ ബ്രീഫ് ആക്കണം, കുറെ പേർക്ക് ചോദിക്കണല്ലേ, ചോദിച്ചോളൂ, ബ്രീഫ് ആക്കിയാൽ മതി. അഥവാ ബഹുനേതേ എനിക്ക് ജ്ഞാതേൻ തവാർജുന വിഷ്ടയാഹാമിതം ക്രിസ്തൻ മേഘാംശേൻ സ്ഥിതോ ജഗത്. What it is meaning is, O Arjuna, I exist supporting this whole world by one part of myself. And in another verse in Gita, it is given that there is nothing whatsoever other than me. O Dhananjaya, all this is strung in me as cluster of gems on a string. It is given like that. And we can't say that Gita is a modern book, or I think what at all given in the Gita, the same thing we can see in the Veda also. And there is no manual activity in its writing. Also about Quran, പരിശുദ്ധ ഖുറാൻ ദൈവത്താൽ പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവത്തിന്റെ മഹാത്മ്യം ദൈവത്താൽ തന്നെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ദൈവം അനന്ത മഹാത്മ്യമുള്ളവനാണ്, അവൻ അനന്ത ചരിതമുള്ളവനാണ്, അവന് അനന്ത ഗുണങ്ങളുള്ളവനാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തിന്റെ കാര്യങ്ങൾ മൊത്തവും ഒരു നിശ്ചിത പേജുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ബുക്കിൽ എങ്ങനെ ഒതുക്കാൻ സാധിക്കും? ഒന്നുകൂടി ഈ മഹാത്മ്യങ്ങള് ഓരോ നാളും ചെല്ലുമ്പോൾ മനുഷ്യരെ, യോഗികൾ അറിയുകയും അവര് ഇങ്ങനെ ലോകത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് ആ ഈശ്വരന്റെ മഹാത്മ്യം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ അറിഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്. അല്ലാതെ ആ ഖുറാൻ വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഈശ്വരന്റെ മഹാത്മ്യങ്ങൾ അറിയാൻ സാധിക്കുമോ? ആ ഈശ്വരന്റെ ആ ഗുണങ്ങളെല്ലാം ഖുറാനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ചോദ്യം സുഹൃത്തിന്റെ ഋഗ്വേദത്തിലെ 10ാം മണ്ഡലത്തിലെ 90ാമത്തെ സൂക്തമായ പുരുഷ സൂക്തത്തിൽ നിന്ന് വചനങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് സുഹൃത്ത് സൂചിപ്പിക്കുന്നത്, ഋഗ്വേദം പറയുന്നത്
ശ്രീകൃഷ്ണൻ ദൈവപാണ്ഡിത്യം എന്നുള്ള ഗീതയുടെ ആശയം തന്നെയാണ് ഋഗ്വേദവും പറയുന്നതാണ് സുഹൃത്തിൻ്റെ സൂചന. ഇത് സത്യത്തിൽ മുസ്ലിങ്ങളും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ അവതാരത്തിൽ വിശ്വസിക്കുന്ന ആളുകളും തമ്മിൽ നടക്കേണ്ട ഒരു തർക്കമല്ല. മറിച്ച് ഈ വചനങ്ങളെ കൃത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരിക്കലും ശ്രീകൃഷ്ണനെ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറയുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയെ പോലെയുള്ള ആളുകൾ സ്ഥാപിച്ച ആര്യസമാജത്തിന്റെ ആളുകളും അതേപോലെ തന്നെ ഈ ഇവിടെ വൈഷ്ണവന്മാരും തമ്മിൽ നടക്കേണ്ട ചർച്ചയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായി ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ പോലും പിൽക്കാലഘട്ടത്തിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല. പുരുഷ സൂക്തത്തിലെ അഥവാ 10ാം മണ്ഡലത്തിലെ 90ാമത്തെ സൂക്തത്തിലെ 12ാമത്തെ വചനം ജാതീയ വ്യവസ്ഥിതിക്ക് അടിത്തറയിട്ട വചനം എന്നാണ് അറിയപ്പെടുന്നത്. എന്താ? ബ്രാഹ്മണാസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതഃ ഊരു തദസ്യ ദ്വൈഷ്യപാദ്യ ശൂദ്രോ അജായത. ബ്രാഹ്മണൻ ദൈവത്തിന്റെ പരമപുരുഷന്റെ ശിരസിൽ നിന്നും, ക്ഷത്രിയൻ അവന്റെ ചെസ്റ്റിൽ നിന്നും, വൈശ്യൻ തുടയിൽ നിന്നും, ശൂദ്രൻ പാദത്തിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള പുരുഷ സൂക്തത്തിലെ 12ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥയുണ്ട്.